ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ തിരക്കാണ്. എന്നാലും നമ്മളിപ്പോൾ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് ഇന്ന് രാവിലെ ഒരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ 3-4 ദിവസമായിട്ട് നിരന്തരം വിളിച്ചിട്ട് ശല്യപ്പെടുത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്ത പാടെ ഞാൻ അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് അദ്ദേഹം എന്നോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച്. അയാൾ ചോദിച്ചു, നീ ആണാണോടാ, എന്താടാ നീ ആണല്ലടാ, ഞാൻ എത്ര ദിയായടാ നീ വിളിക്കുന്നത്, അങ്ങനെയൊക്കെ വിളിച്ചു. ഭയങ്കരമായിട്ട് നീ പെണ്ണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ആണത്തം വേണടാ, നീ ഒരു വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാതെ ആണുങ്ങൾ വിളിച്ചാൽ നീ ഫോൺ എടുക്കടാ, അങ്ങനെയാടാ നിൻ്റെ ആണത്തം കാണിക്കേണ്ടതെന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇങ്ങനെ സംസാരിച്ച് കൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് ചേട്ടൻ ഇങ്ങനെ ഒരുപാട് വിളിക്കുന്നത്? അപ്പോൾ ചേട്ടന് നല്ല ദേഷ്യം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ചേട്ടൻ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഞാൻ ആ ചീത്തയൊക്കെ കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ എന്നെ 12:30-ക്കും 1 മണിക്കും രാത്രി 1 മണിക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, നീ ഒരാണല്ലേ, പിന്നെന്താ നിന്നെ വിളിച്ചാലേ, നീ പെണ്ണൊന്നല്ലല്ലോ രാത്രി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആ ചേട്ടൻ ഫ്ലാറ്റായി. ചേട്ടൻ ആദ്യം ആണല്ല എന്ന് പറയുകയും ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറയും, നീ ഒരാണല്ലേ, പിന്നെന്താ നിന്നെ 12:30-ക്കും 1 മണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞ്, നീ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ സംസാരിച്ച് ചേട്ടൻ അത്ര ഒരു പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലായി. ആ ഒരു ആദ്യത്തെ ഒരു പേടിപ്പിക്കലും ചീത്ത പറയലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു, ഞാൻ 6 വർഷമായിട്ട് ഇതിനെ പഠിക്കുന്നതാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് മാത്രമാണ് ഇത് ജോയിൻ ചെയ്തത്. അപ്പോൾ തന്നെ നിന്നെ പോലെയല്ല ഓരോരാൾ വന്നിട്ട് നമ്മളെ കഞ്ഞിയിൽ പാറ്റിയിടുകയാണ് എന്നല്ല പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു, ഇത് ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗ്ഗമാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് പാവങ്ങളെ പിന്നെ രോഗികളെ ആയാലും കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ ആയാലും നാട്ടിൻപുറത്ത് ഇതൊന്നും അറിയാത്ത ആൾക്കാരെ ആയാലും അല്ലെങ്കിൽ പൈസയുള്ള ഇതുമായിട്ട് ബന്ധപ്പെടാത്ത പിന്നെ വിശ്രമ ജീവിതം നയിക്കുന്നവരെ ആയാലും ഒക്കെയാണ് നിങ്ങൾ ചതിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ പോലെയുള്ളവർ ഇതിൽ ഇടപെടുന്നത്, ഇത് മണീച്ചനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷയാണ് പറയുന്നത്, അതൊക്കെ നിൻ്റെ ആരും അല്ലല്ലോ, നിൻ്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അങ്ങനെയാണ് പറഞ്ഞത്. നീ നിൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നിന്നെയോ ഇതിൽ പെടുത്താതെ നീ നിൻ്റെ പിന്നെ ഫാമിലി ഗ്രൂപ്പിലോ ഒക്കെ നീ ഇതിനെക്കുറിച്ച് പറഞ്ഞോളൂ, പക്ഷേ നീ പബ്ലിക്കായിട്ട് ദയവ് ചെയ്ത് പറയരുത് എന്നാണ്. അപ്പോൾ അത് അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇത് ആൾക്കാരെ. ഞാൻ പറഞ്ഞു, ഇത് ആൾക്കാരെ പെടുത്തിട്ട് അവരുടെ പൈസ അടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞു, അതൊന്നും നിൻ്റെ ബന്ധുക്കളോ നിന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്, പിന്നെ എന്തിനാണ് നിനക്ക് ഇത്ര പ്രശ്നം? നീ നിൻ്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ നോക്കൂ. നീ ഫാമിലി ഗ്രൂപ്പിൽ പറഞ്ഞോ ഇങ്ങനെ ഒരു ഹൈ റിച്ച് പരിപാടിയുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യരുത് എന്ന് നീ പറഞ്ഞു. പക്ഷേ നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് നമ്മളെ കഞ്ഞിയിൽ പാറ്റിയിടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവർക്കറിയാം ഇവർ ചെയ്യുന്നത് എന്താണെന്നോ ഇവർക്ക് പൈസ കിട്ടുന്നത് ഏത് വിധത്തിലാണെന്നോ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് പറയാൻ വരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പിന്നെ ഒരു 10-20 മിനിറ്റോളം ഉള്ള കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം മലപ്പുറത്തു നിന്നാണ് വിളിച്ചത്. അപ്പോൾ ജിനിൽ സാറ് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഗ്രൂപ്പിൽ ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്, ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപജീവന മാർഗമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന മഹാപ്രസ്ഥാനം. നെഞ്ചിടിപ്പിൻ്റെ കുറേ നാളുകളായിരുന്നു, കുറേ ദിവസങ്ങൾ നെഞ്ചിടിപ്പോടെയായിരുന്നു ഇവർ കഴിഞ്ഞു പോയത് എന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ നടന്നു പോകുന്ന കമ്പനിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് ബഹുമാനപ്പെട്ട കോടതി തന്നെ മറുപടി കൊടുത്തു. ആ കോടതിയുടെ മറുപടി ഇതുവരെ വന്നില്ല, ഓർഡർ ഇതുവരെ വന്നില്ല. ഇവരിങ്ങനെ അടിച്ചിറക്കുകയാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസ് ചെയ്ത കമ്പനിയുടെ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ച് നൽകാൻ കമ്പനി ഉത്തരവ് പുറപ്പെടുവിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു.
അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പിലേ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കമ്പനി ഇതുവരെ ഒരു സർക്കുലർ പോലും ഇതിനെക്കുറിച്ച് ഇറക്കിയിട്ടില്ല. വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് ഇടുകയല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ഇടുന്നത് തെളിവാണ്, അല്ലാതെ നമ്മുടെ ഈ ഫോർവേഡുകളായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കത് തെളിവായിട്ട് പറയാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ വോയിസ് നോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയും അതൊക്കെ പറഞ്ഞിട്ടില്ല ഇവരിങ്ങനെ അത് എൻ്റെ അല്ലാന്ന് ആ ഒരു കളവ് പറയാൻ ഇവർക്ക് എത്ര എളുപ്പമാണ്. ഹൈറിച്ചിനെ പൂട്ടുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തുമായി മുന്നിട്ടിറങ്ങിയ പ്രിയ അനിലക്കരെ, കന്നഡക്കാരൻ യൂട്യൂബർ, ചില ചാനലുകൾ, കർമ്മ ന്യൂസ്, എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്തിനെന്നല്ലേ ഹൈറിച്ച് എന്തെന്നറിയാത്ത ഹൈറിച്ചിനെ വെയിറ്റ്, ഇതൊരു വാട്സപ്പ് മെസ്സേജാണ്, അതപ്പോൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലോഡാകാത്ത. അപ്പം അങ്ങനെ പോവുകയാണ് ആ ഒരു മെസ്സേജ്. ഹൈറിച്ച് എന്തെന്നറിയാതെ, ഹൈറിച്ചിൻ്റെ പ്രവർത്തന രീതികൾ അറിയാതെ അതാണ് പറയുന്നത്. നിങ്ങൾ പാവങ്ങളായിരുന്നു, നിങ്ങൾ പറ്റിക്കപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെ ആളെ ചേർത്ത പൈസയാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ വിചാരിച്ചത് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിലെ ഉപ്പും പഞ്ചസാരയും മഞ്ഞളും മല്ലിയും അരിയും ഒക്കെ വിൽക്കുന്നതിൻ്റെ ലാഭമാണ്, മുതലാളിമാർക്ക് കിട്ടുന്ന പോലത്തെ ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. പ്രവർത്തന രീതികൾ അറിയാതെ ഹൈറിച്ചിലൂടെ നേട്ടങ്ങൾ എന്തെന്ന് ഇന്നും അറിയാത്ത ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട്. മണി ചെയിൻ ആണെന്ന് ഇപ്പോൾ അവർക്കൊക്കെ ചെറിയ സംശയമുണ്ട്. അവർക്ക് നിങ്ങളിലൂടെ നല്ലൊരു അറിവാണ് കിട്ടിയത്. സത്യം ഒരുപാട് അറിവ്. എനിക്ക് ഹൈറിച്ചിൽ പ്രവർത്തിക്കുന്നവരെ പറയണ്ടേ, നിങ്ങൾക്ക് ഇതൊക്കെ എഴുന്ന കിട്ടുന്ന കോയ, നമുക്ക് പോലും അറിയില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഹൈറിച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ അയച്ചു തരുന്ന സാധനങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ ഇതിൻ്റെ പുറകെ ഒന്നുമല്ല. ഹൈറിച്ച് ലീഗലാണ് എന്ന സത്യം കളവ് നിങ്ങളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി. അതിനാണ് ഞങ്ങൾ നന്ദി പറഞ്ഞത്. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പല്ല, സഹതാപമാണ്. എൻ്റെ അമ്മേ, സഹതാപം. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പല്ല, സഹതാപമാണ്. അത് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളോട് എന്തെന്നറിയാതെ സ്വന്തം പൈസ മറ്റുള്ളവന് കൊടുത്തിട്ടും അവർക്കെതിരെ പ്രതികരിക്കാൻ നാവ് പൊങ്ങാത്ത ഒരു പറ്റം ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കും സഹതാപമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്നതിൻ്റെ ഇരട്ടി സഹതാപം നമുക്കുണ്ട്. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ലോകത്തിലെ സകലമാന സത്യങ്ങൾ മാത്രം അറിയുന്ന വേൾഡ് ഫേമസ് ചാനലുകൾ, മഞ്ഞപ്പത്രങ്ങൾ, യൂട്യൂബർ എന്നീ രാക്ഷസന്മാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ. ഇറങ്ങിത്തിരിക്കും മുമ്പ് നിങ്ങൾ എന്തേ ഹൈറിച്ചിനെ പറ്റി ശരിക്കും പഠിച്ചില്ല? ശരിക്കും പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഹൈറിച്ചിനെ കുറിച്ച് മാത്രമല്ല, ഹൈറിച്ചിൻ്റെ മുതലാളിമാരെ കുറിച്ചും പഠിച്ചു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അല്ലാതെ എവിടുന്ന് ഇതൊക്കെ പറയാൻ പറ്റും? ബഹുമാനപ്പെട്ട കോടതിക്കും ജനങ്ങൾക്കും ഒരു കാര്യം നിങ്ങളിലൂടെ മനസ്സിലായി, അല്ല നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഹൈറിച്ച് ലീഗാണെന്ന്. ലീഗല്ല, BJP ആണ്. ലീഗലാണ്, ഹൈറിച്ച് ലീഗലാണെന്ന് സർക്കാരിൻ്റെ അംഗീകാരമുള്ളതാണ്. അതുകൊണ്ടാണ് GST അടയ്ക്കാൻ പറഞ്ഞ് കേസ് കൊടുത്തത് എന്നൊക്കെ. ലീഗലാണെങ്കിൽ GSTയുടെ ആവശ്യം, ഇല്ലീഗലാണെങ്കിൽ GSTയുടെ ആവശ്യം ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. GSTയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ കമ്പനി GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം. അപ്പോൾ നിങ്ങൾക്ക് 1000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾ GST കെട്ടണം എന്നതാണ്. അപ്പോൾ നിങ്ങൾ GST കെട്ടിയതിലൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ല. നിങ്ങൾ വേറെയും പല രീതിയിൽ
ഫണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹൈറിച്ച് OTTയുടെ സബ്സ്ക്രിപ്ഷനൊക്കെ വാങ്ങുന്നുണ്ട്. അതിൽ ഷെയർ വെക്കുന്നതാണ് പ്രശ്നം. ഹൈറിച്ച് OTTയുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ ചെറുതാണെങ്കിലും ഒരു പെട്ടിക്കട പോലെയുള്ള ഷോപ്പ് മറ്റേ ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും GST അടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് GSTയുടെ ഇൻ്റലിജൻസ് വന്നപ്പോൾ നിങ്ങൾ ഇത്ര രൂപ GST അടക്കണമെന്ന് പറഞ്ഞത്. പിന്നീടാണ് മനസ്സിലായത് ഇതിൽ കുറേ മണി ചെയിൻ്റെ മണമുണ്ട്. അങ്ങനെ മണി ചെയിൻ്റെ പടത്തിന് GST അടക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും പൊക്കിപ്പിടിച്ച് വരൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ഞങ്ങൾക്ക് ലഭിച്ച പ്രൊമോഷനായിരുന്നു. അത് മനസ്സിലായിട്ടുണ്ട്. പ്രൊമോഷനാണോ അല്ലേ, അല്ലെങ്കിൽ സസ്പെൻഷനാണോ എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാലം നെഞ്ചെടുപ്പായിരുന്നു. പ്രൊമോഷൻ കാലത്ത് ആർക്കെങ്കിലും നെഞ്ചെടുപ്പ് ഉണ്ടാവുമോ മാഷേ? അതാണ് ഹൈറിച്ച് നന്ദി രേഖപ്പെടുത്തുന്നത്. നന്ദി പോയിട്ട് ഒരു സർക്കുലറെങ്കിലും ഇറക്കുക. സീന പ്രതാപൻ ഭൂമിയിൽ നിൽക്കണ്ടേ അല്ലേ? പറന്ന് കളിക്കുകയാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറന്ന് കളിക്കുകയാണെന്നാണ് കേട്ടത്. ഒരു സ്ഥലത്തും നിൽക്കുന്നില്ല. അവർക്കറിയാം ഇത് കള്ളവാണ്, ഇവർ പറഞ്ഞത് കളവാണ്. കോടതിയിൽ നിന്ന് ഇതുപോലല്ല വിധി ഉണ്ടായിരിക്കുന്നതെന്ന് ഇവർക്കറിയാം. വെറും 10 ദിവസത്തേക്ക് നിത്യ ചെലവുകൾക്കുള്ള പൈസ എടുക്കാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും കലക്ടർ വിചാരിക്കണം എത്ര പൈസ കൊടുക്കണമെന്ന്. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഹൈറിച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ മണി ചെയിൻ ചെയ്ത്. TP പാപ്പൻശ്ശേരി, അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഫോം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. കൂടുതലായി പോയി. ബൈ.